ചുമ്മന സമരം തൊട്ട് കിസോബ് ലവ് തൊട്ടുള്ള തൊലിഞ്ഞ പരിപാടികളും കാണിച്ചുകൊണ്ട് ഇവിടെ ഇടത് സാംസ്കാരിക ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ ചില തെണ്ടികൾ ഇറങ്ങി ഈ നാടിനെ നശിപ്പിക്കാൻ തുടങ്ങിയാണ്. അപ്പൊ അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുന്നവൻ ബജറംഗി ദളോ അവൻ RSS അവൻ എന്തൊരു തേങ്ങാക്കൊല ആയിക്കോട്ടെന്നേ, അവനെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ വരുന്ന കുഴപ്പം അവന്റെ ഈ ആക്ടിവിറ്റിയെ ഫാസിസം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തുള്ള ഈ നാരികളെല്ലാം കൂടെ ചേർന്ന് സൃഷ്ടിച്ച ഒരു ബോധമുണ്ടല്ലോ, അതാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും കുഴപ്പമുണ്ടാക്കിയത്. ആർക്കും ആരെയും ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറി. അധ്യാപകൻ ചോദിച്ചാൽ കുഴപ്പം, അധ്യാപകൻ വരെ കേസിന് പോകും. അതായത് അഖിൽമാരാർ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ ഇടയായിട്ട് കൂടി വരുന്ന കുട്ടികളിലുള്ള അക്രമവാസന, അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാവരും അക്രമവാസന കൂടി വരുന്നതിന് കാരണമായിട്ടുള്ളത് മദ്യമോ മയക്കുമരുന്നോ അല്ലെങ്കിൽ ഈ ക്രമസമാധാന പാലനത്തിലുള്ള വീഴ്ചയോ നിയമങ്ങൾ സ്ട്രോങ് അല്ലാത്തതോ വിദ്യാഭ്യാസ രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളോ രക്ഷിതാക്കളുടെ അശ്രദ്ധ മൂലമോ ഒന്നുമല്ല ഇത്തരത്തിലുള്ള അക്രമവാസന കുട്ടികളിൽ കൂടി വരുന്നത്. അതിന് കാരണം കിസ് ഓഫ് ലവ് പോലെയുള്ള സമരമുറകളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലോട്ട് സ്വതന്ത്ര ചിന്തകൾ കുത്തിവെക്കുന്ന ഇടത് സ്വതന്ത്ര ചിന്തകരുടെ കടന്നുകയറ്റം മൂലമാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നാട്ടിൽ കൂടി വരുന്നത് എന്നാണ് അഖിൽമാരാർ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അഖിൽമാരാറിനോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ മറ്റ് കാരണങ്ങൾ തേടി പോകുന്ന സമയത്ത് അഖിൽമാരാരുടെ പോലെ തലയ്ക്കകത്ത് ആൾതാമസമുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ ഈ കേരളത്തിൽ ഈ വക കാര്യങ്ങളുടെ പുറകിൽ കൃത്യമായിട്ടുള്ള കാരണം എന്താണെന്ന് പൊതുസമൂഹത്തിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തിയുള്ള ഒരു വ്യക്തിയെങ്കിലും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുന്ന സമയത്ത് സത്യത്തിൽ സമാധാനം തോന്നുകയാണ്. അഖിൽമാരാർ ഇല്ലായിരുന്നെങ്കിൽ പണ്ട് മറ്റേ പരസ്യത്തിൽ പറയുന്ന പോലെ തേങ്ങയിൽ ആര് വെള്ളം നിറയ്ക്കും, ഇതാര് ചെയ്യും എന്നൊക്കെ ചോദിച്ച പോലെ അഖിൽമാരാരില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ പുറകിലെ യഥാർത്ഥ കാരണങ്ങൾ ആര് കണ്ടുപിടിക്കും? ഈ കുട്ടികൾ അക്രമവാസന കൂടുന്നത് കിസ് ഓഫ് ലവ് പോലെയുള്ള സമരമുറകൾ കാരണമാണ്, അത് മുന്നോട്ട് വയ്ക്കുന്ന ഇടത് ചിന്താഗതിയുള്ള ആളുകൾ കാരണമാണ് എന്നുള്ള വളരെ വാലിഡായിട്ടുള്ള, ഇന്നത്തെ സമൂഹത്തിൽ വളരെ വളരെ വാലിഡായിട്ടുള്ള ഈ കണ്ടുപിടുത്തം നടത്തിയ അഖിൽമാരാറിനോട് 1000 നന്ദി രേഖപ്പെടുത്തുന്നു.